നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 കോടികൾ ഓഹരി വിപണി സമ്പാദിച്ച കുറേ പേരുണ്ട്. അവരൊന്നും വലിയ എക്സ്പേർട്സോ കാര്യങ്ങളൊന്നും അല്ല. 2025 ഓൾറെഡി പൈസ കുറെ കളഞ്ഞവരുണ്ട്. അവർ ഒറ്റയ്ക്കുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓഹരി വിപണിയുടെ കളികൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ഓഹരിയിലേക്ക് വന്ന് ഭാഗ്യം ലഭിച്ചവരും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആൾക്കാരാണ് ഇവർക്ക്. നിങ്ങൾ ഇതുപോലൊരു ഓഹരി വിപണിയിലേക്ക് ഈ കളിയിലേക്കാണ് ഇറങ്ങി വരുന്നതെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇറങ്ങാവുള്ളൂ. ഇത് മനസ്സിലാക്കാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന്. 12% റിട്ടേൺ കിട്ടുന്നു, 18%, 20%, 30%, ഇതെല്ലാം വിചാരിക്കുമ്പോൾ ആവറേജ് എല്ലാ വർഷവും ഒരേ നേർരേഖയിൽ എനിക്ക് 20% കിട്ടും, 30% കിട്ടും എന്ന് ചിന്തിച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. അല്ല, ഇതെല്ലാം കയറ്റിറക്കങ്ങളുടെ കളികളാണ്. ഈ പറയുന്ന പോലെ 20%, 30% കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അതേ പെർസെന്റ് ഉള്ള ഒരു ബാങ്കിൽ കൊണ്ട് FD ഇടണം. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ബാങ്കിൽ FD എത്ര കിട്ടും? 6% അല്ലെങ്കിൽ 7%. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്കുള്ളൊരു കളിയാണെന്ന് മനസ്സിലാക്കാതെ ഈ ഓഹരി വിപണിയിലേക്ക് വന്നവർക്കെല്ലാം കൈ പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 2024 ഏത് പൊട്ടനും അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഏത് ഒരു 1000 രൂപ നിക്ഷേപിച്ചവന് പോലും അവൻ മറ്റേ ഇരട്ടിയോളം രൂപ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായി, ഏത് മുക്കിനും പോലെ നിൽക്കുന്ന ഏതൊരു സാധാരണക്കാരനും എന്തായി ടിപ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന ഷെയർ വാങ്ങിക്കോ റിട്ടേൺ തരും, ഇന്ന ഷെയർ വാങ്ങിക്കോ റിട്ടേൺ തരും, ആ രീതിയിലേക്ക് എന്തായി നമ്മളെ മാർക്കറ്റിലെ അവസ്ഥ വന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കളികൾ അറിയാതെ വന്ന് കുഴി ചാടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സാധാരണക്കാരെ നയിച്ചത്. ഈ ലോങ് ടൈം കളി എന്താണെന്ന് മനസ്സിലാക്കാതെ അടുത്ത വർഷം എനിക്ക് ഇത്ര 30% കിട്ടണം എന്ന് പറഞ്ഞു വന്ന പലർക്കുമാണ് കൈ പൊള്ളിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നേ ഈ വീഡിയോയിൽ അടുത്ത ഈ വർഷം, അതായത് ഈ 2025 മാർക്കറ്റ് കറക്ഷൻ സംഭവിച്ചു നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഓഹരി വിപണിയിലെ കളി അത് ഒരു ചെറിയ ഷോർട്ട് പീരീഡിലേക്കുള്ള കളിയല്ല. ക്രിക്കറ്റായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ ഇതൊരു ടെസ്റ്റ് മാച്ചാണ്, ലോങ് ടൈം കളിയാണ്. 5 ദിവസത്തെ കളിയാണ് ടെസ്റ്റ് ക്രിക്കറ്റ്. അതിനകത്ത് ഫസ്റ്റ് ഇന്നിങ്സിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും സെക്കൻഡ് ഇന്നിങ്സ് നമുക്ക് കയറി വരാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് മൈനസും ഒരുപാട് ഈ 30-40% ഡൗണിലേക്ക് പോയിട്ടുണ്ട്. ഈ ഇറക്കത്തിന് ശേഷം ഒരു കയറ്റം ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഏതൊരു കയറ്റം ഉണ്ടെങ്കിലോ അവിടെ ഒരു ഇറക്കമുണ്ട്, ഏതൊരു ഇറക്കം ഉണ്ടെങ്കിലോ അവിടെ തിരിച്ചൊരു കയറ്റമുണ്ട്. ഈ കയറി ഇറങ്ങി മുകളിലേക്കേ പോകുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് 2025 മനസ്സിൽ വെക്കേണ്ട 10 റൂളുകൾ എന്താണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു മണി ഗെയിമിനെ പറ്റിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ സാധാരണക്കാരും നമുക്ക് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഓഹരി വിപണിയിലോ നേരിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാവർക്കും റിട്ടേൺ കൊടുത്ത വർഷമാണ് 2024. ആ സെയിം രീതിയിൽ 2025 കൈവച്ചവരോ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ പോയ ചരിത്രമാണ്. മിഡ് ക്യാപ്പ് ഇത്ര ശതമാനം കൊടുത്തു, സ്മോൾ ക്യാപ്പ് 40% കൊടുത്തു, സെക്ടർ ഫണ്ടുകൾ 60% അല്ല 90% റിട്ടേൺ കൊടുത്തു എന്ന് വിചാരിച്ച് വന്ന പലർക്കുമാണ് കൈ പൊള്ളിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഈ ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം സംഭവിച്ചു കാണും. ഇതൊരു ശാശ്വതമല്ല, ഇതൊരു റിയൽ അല്ല, ഇതൊരു ഫേക്ക് ആണ്. നമ്മളെ പറ്റിക്കാനുള്ള ഈ കയറി ഇറങ്ങി പോകുമ്പോൾ നമ്മൾ കയറ്റത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും സംസാരിക്കുമ്പോൾ അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ, അവിടെ അടുത്ത് തന്നെ ഒരു തകർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ഈ 2024 നമ്മൾ കയറി വന്ന ഒരു 70%, അതായത് സെപ്റ്റംബർ മാസം വരെ ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ ആർമാദിച്ച് നിന്നിട്ട് അതിൽ നിന്ന് ഒരു ഇറങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ നമുക്കാർക്കും അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മണി ഗെയിമാണ്. ഈ വർഷം 30%, 40% മൈനസിൽ പോയിട്ടുണ്ടോ, അടുത്ത വർഷമല്ലേ അടുത്ത പിന്നത്തെ വർഷങ്ങളിൽ എന്ത് കിട്ടും? നമുക്കിത് ഉയർച്ച കയറി വരും, തിരിച്ച് കയറി വരുന്ന ഉറപ്പാണ്. പക്ഷേ ഈ ഉയർച്ച താഴ്ചകളുടെ ആവറേജ് റിട്ടേൺ ആണ് 5 വർഷം 20%, അല്ലെ 10 വർഷം 25% എന്നൊക്കെ പറഞ്ഞ് കാണുന്ന റിട്ടേൺ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് കിട്ടിയതല്ല. അങ്ങനെ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ട് ഇത്ര ശതമാനം റിട്ടേൺ കിട്ടണോ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ ഇനി പറയാൻ പോകുന്ന 10 റൂള് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തെ റൂൾ എന്താ വെച്ചാൽ, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യുക. അതായത് നിങ്ങളുടെ റിസ്കിനെ നിങ്ങൾ ബാലൻസ് ചെയ്യുക. നിങ്ങൾക്ക് റിട്ടേൺ എടുക്കാം. നിങ്ങളുടെ നിക്ഷേപത്തിന് പല കാറ്റഗറിയിലായിട്ട് നിക്ഷേപിക്കണം. ലാർജ് ക്യാപ്പിൽ വേണം, സ്മോൾ ക്യാപ്പിൽ വേണം, മിഡ് ക്യാപ്പിൽ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സെക്ടറൽ ഫണ്ട് വേണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഷെയർസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ PM അല്ല പൈസ ഉണ്ടല്ലോർക്ക് അതിന് മേലേക്ക് പോവാം. ഇങ്ങനെ പല രീതിയിൽ, ഇനി കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്രിപ്റ്റോയിൽ എടുക്കാം. ഇങ്ങനെ ഓരോ രീതിയിലും നിങ്ങളുടെ എന്ത് ചെയ്യണം,
പൈസേനെ ഡിവൈഡ് ചെയ്ത് വെക്കണം. എല്ലാം കൂടെ കൊണ്ടിട്ട് ഒരു കൊട്ടയിലിടരുത്. എനിക്ക് ഇതെല്ലാം 2 വർഷം കഴിയുമ്പോൾ സെക്ടർ ഫണ്ട് 90% കിട്ടി, ഇത് ആ ഫണ്ടിൽ അവിടെ ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഈ ഷോർട്ട് ടൈമിലേക്കുള്ള ഡെറ്റ് ഫണ്ടിലോ കയ്യിലോ നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് വെച്ചിരിക്കുന്ന ഫണ്ട്സ് ഒക്കെ കൊണ്ടുപോയിട്ട് ഈ ഫണ്ടിൽ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചേനെ? ഇതുപോലെ മാർക്കറ്റിലൊരു കർഷകം വന്നാൽ എന്ത് ചെയ്യും? നഷ്ടം വരും. ഇത് മനസ്സിലാക്കുക. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ മാർക്കറ്റിലേക്ക് വന്നവർക്കാണ് ഒരുപാട് ടെൻഷൻ. കഴിഞ്ഞ 10 വർഷമായിട്ട് മാർക്കറ്റിൽ വന്ന് ഇരിക്കുന്നവർ വളരെ സാവധാനം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ SIPs ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താഴ്ചകളിലെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും നല്ല സമയം. രണ്ടാമത്തെ നിയമം ഞാൻ പറയാണ്, ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതായത് മ്യൂച്വൽ ഫണ്ട്സിലുള്ളവരോടല്ല ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് ഓഹരി വിപണിയിൽ നേരിട്ട് ഷെയർസ് മേടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട്സിൽ ഈ കയറ്റിറക്കങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ കയറ്റിറക്കങ്ങളിൽ വാങ്ങാനൊരു അവസരമുണ്ട്. ഈ മറ്റേ ഷെയർസിലാണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ, ഇപ്പം നമ്മളൊരു 10,000 രൂപയാണ് 5,000 രൂപയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു SIP ആയിട്ട് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് കിട്ടും. കാരണം നമ്മുടെ ഒരു സർട്ടൻ പെർസെൻറ്റേജേ വരുന്നുള്ളൂ, തിരിച്ച് കയറുമ്പോൾ നല്ല രീതിയിൽ കിട്ടും. പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിലാണെങ്കിൽ ആ സ്റ്റോക്സിന് എന്താണ് സംഭവിച്ചത് ഒരു സാധാരണക്കാരൻ അറിയത്തില്ല. ഇപ്പം ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ വാങ്ങി അതൊരു 20% പോയി, അത് ബാക്കി എല്ലാ മ്യൂച്വൽ ഫണ്ട്സ് അതിൽ ഉൾപ്പെടുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി തിരിച്ച് കയറിയെങ്കിൽ പോലും ഈ പെർട്ടിക്കുലർ സ്റ്റോക്ക് മാത്രം താഴേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് വളരെയധികം പൈസ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓഹരിയിൽ നേരിട്ട് നിക്ഷേപിച്ച് കളിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോപ്പ് ലോസിനെ മറക്കരുത്. മൂന്നാമത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, ഈ ഗെയിം എന്ന് പറഞ്ഞ ഒരു ലോങ് ടൈം ഗെയിമാണ്. ഇതൊരു ടെസ്റ്റ് മാച്ചാണ്. ക്രിക്കറ്റ് 5 ദിവസത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 5 വർഷമായിട്ട് കണക്കാക്കുക. ഇത് ലോങ് ടൈമിലേക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഈ കയറ്റിറക്കങ്ങളെല്ലാം ഒരു ദിവസം 2 ടീമിൽ ഒരു ദിവസം A ടീമിനാണ് അനുകൂലമെങ്കിൽ രണ്ടാമത്തെ ദിവസം B ടീമിനായിരിക്കും. ഈ കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ പോയിന്റ് ഒരു ആവറേജ് റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നില്ലേ, ആ ആവറേജ് റിട്ടേൺ കിട്ടുന്നത് -10 നിന്ന് +40 കയറി -20 വന്ന് +50 കയറി, ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോഴാണ് നമുക്കൊരു ആവറേജ് റിട്ടേൺ കാണിച്ചു തരിക. ഇത് മനസ്സിൽ വെക്കുക. ഇത് ഒരാൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് ഈ ഡബിൾ ഡിജിറ്റ് റിട്ടേൺ 12%, 18%, 20% നിങ്ങൾക്ക് കിട്ടും. അത് ലോങ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും, അല്ലാതെ ഷോർട്ട് ടൈമിൽ ഉറപ്പ് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. റൂൾ നമ്പർ 4, വെയർ ടു ഇൻവെസ്റ്റ് ആൻഡ് ഹൗ മച്ച് ഐ ഷുഡ് ഇൻവെസ്റ്റ്. അതായത് എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും എത്രയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡിസിഷനാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമുക്കറിയാം, ഇക്വിറ്റി ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ബാങ്കിൽ FD ഉണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം കൂടെ മിക്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഡയറക്റ്റ് ഷെയർസ് മേടിക്കുക, ഇത്രയും നമുക്ക് ഓപ്ഷൻസ് ഉള്ളപ്പം ഇതിൽ എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രൈമറി ഡിസിഷൻ ഉണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മളുടെ തീരുമാനങ്ങളും നമ്മളുടെ ലക്ഷ്യങ്ങളെല്ലാം വേറെ ആണല്ലോ. അങ്ങനെ ലക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ നമ്മളുടെ ലക്ഷ്യങ്ങളെ റിസ്ക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. അപ്പം ആ റിസ്കിനനുസരിച്ച് നമ്മൾ എടുക്കാൻ പോകുന്ന ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് റിസ്ക് കുറവാണോ വേണ്ടത്, അല്ലെങ്കിൽ ഒരു 1 ഇയറിന് ശേഷം നിങ്ങൾക്ക് ഇത്ര എക്സ്പെൻസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ബാങ്കിൽ FD ഇട്ടോ. FD ഒരിക്കലും മോശമെന്ന് ഞാൻ പറയുന്നില്ല, അവിടെ ഫിക്സഡ് റിട്ടേൺ കിട്ടും. അതേ സമയത്ത് 10 വർഷത്തിന് ശേഷമുള്ള ആവശ്യമുള്ള ഒരു തുകയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും കൊണ്ടായിട്ട് FD ഇട്ടിട്ട് കാര്യമില്ല. കാരണം ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യുന്നില്ല. 6%, 7% നമുക്ക് മാക്സിമം കിട്ടിയാലേ. ഇവിടെ നമുക്ക് 10 വർഷത്തിന് ശേഷം ഈ 6-7% കിട്ടിയിട്ട് നമുക്ക് എന്നാ കിട്ടാനാ? അതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്കിനനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ മാറ്റുക. നമ്മൾ എവിടെയൊക്കെ വേണം, ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം മുതൽ ലോങ് ടൈം എത്ര വേണേലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ്. ഇപ്പം എല്ലാവരും പറയുന്നത് ഇക്വിറ്റി ഇട്ടാൽ ഈ ഒരു സമയത്ത് മാർക്കറ്റ് തകർന്നു പോകുമല്ലേ, ഈ സമയത്ത് നമുക്ക് ഗോൾഡ് അല്ലായിരുന്നു നല്ലത്. അപ്പോൾ അതിനും മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, മൾട്ടി അസറ്റ് അലോക്കേറ്റഡ് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആ ഫണ്ട് മാനേജർ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഗോൾഡിൻ്റെ ഈ സമയത്ത് ഗോൾഡാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടാം, ഗോൾഡ് റിലേറ്റഡ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാം. അങ്ങനെ വരും, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ മാനേജ് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ എത്ര രൂപയാണ് ഞാൻ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്നോട് എപ്പോഴും പറയുന്ന ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്ക് ഈ സമയമാണ് ഏറ്റവും നല്ല സമയം. അതിൻ്റെ 50% ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം ഇതാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് വേണേൽ കയറിപ്പോകാം, ചിലപ്പോൾ താഴേക്ക് വരാം. ഈ താഴേക്ക് വന്നാൽ നമ്മുടെ കയ്യിൽ വാങ്ങാൻ പണം വേണം. മുകളിലേക്ക് പോയാലോ ആ കുറഞ്ഞിരുന്ന വിലയിൽ നമുക്ക് വാങ്ങാനുള്ള അവസരം നഷ്ടപ്പെടാനും പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതാണ് ബെസ്റ്റ് സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ബെസ്റ്റ് സമയം. പക്ഷേ ടോട്ടലിനല്ല, ഒരു 50% ഇപ്പോൾ ഇടുക. ബാക്കി എന്ത് ചെയ്യുക, നമുക്ക് ഒന്നെങ്കിൽ STP ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റ് കറക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ കയറി പോകുന്ന സമയത്ത് ഇതായിട്ട് ചെയ്യാവുന്ന രീതിയിൽ STP ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടത് വളരെ പ്രധാനമാണ്.
അഞ്ചാമത്തെ പോയിന്റാണ് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെസ്റ്റിംഗ്. എല്ലാവരും വിചാരിക്കും ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങൾ പലതുണ്ടല്ലോ. നമ്മളെ വീട് വെക്കണം, കാറ് മേടിക്കണം, മറ്റേത് മേടിക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ. ഈ ആഗ്രഹങ്ങളിലാണ് മെയിൻ ലക്ഷ്യമെങ്കിലും അതെല്ലാം ഡിവൈഡ് ചെയ്ത് വെക്കണം, ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടല്ലോ, നമ്മളുടെ നാട്ടിലെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, പണപ്പെരുപ്പത്തെ ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മുടെ നാട്ടിൽ പണപ്പെരുപ്പം ആകപ്പാട് 6%, 7%, ചിലപ്പോൾ 8% വരെ ഉണ്ട്. ഈ 8% ബീറ്റ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ബാങ്കിൽ FD കിട്ടു, ആകെ 6-7% കിട്ടുന്നു, ഇൻഫ്ലേഷൻ 8%, നിങ്ങൾക്ക് വളരുന്നുണ്ടോ? ഇല്ല, പൈസ ഒരിക്കലും വളരുന്നില്ല. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചാണ് 7-8% ഇൻഫ്ലേഷൻ. ശരിക്കുള്ള റിയൽ ലൈഫിലേക്ക് നോക്കി, ഹോസ്പിറ്റൽ എക്സ്പെൻസ്, കല്യാണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മൾ ഡെയിലി ലൈഫ് എക്സ്പെൻസ്, പെട്രോളിന്റെ ചെലവ്, ഇതെല്ലാം ഒരു വർഷം 8%, 10% അല്ല ഗ്രോ ചെയ്യുന്നത്. അതിലപ്പുറത്തേക്ക് 15% പോകുന്നുണ്ട്, 20% പോകുന്ന പല ഇതും വരുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു 8-10% എന്താ പറയുക, മിക്ക കാര്യങ്ങളും ഒരു ആവറേജ് വരുമ്പോൾ എന്താണ്, നമുക്ക് ഇത് വരുന്നുണ്ട്, ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 12%. എന്നെ വിളിക്കുന്നവരോടെല്ലാം പറഞ്ഞാൽ അറിയാം, ഞാൻ മാക്സിമം പറയുന്നത് 12%. നിങ്ങൾ 12% കാൽക്കുലേറ്റ് ചെയ്യും. 12% സ്വപ്നം കാണും, കൂടുതൽ എത്ര വേണമെങ്കിലും കിട്ടിക്കോട്ടെ. 12% സ്വപ്നം കണ്ടാൽ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളുടെ ടാക്സും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്തിട്ടാണെങ്കിൽ ഒരു ആവറേജ് നമുക്കൊരു 10% കിട്ടും. തട്ടുകേടില്ലാതെ നമുക്ക് പോകാനുള്ള ഒരു അവസരം നമുക്ക് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ലോങ് ടൈമിലേക്ക് വെക്കുമ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണം. നിങ്ങൾ ഇൻഷുറൻസിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന FDയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടോ ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല. നമുക്ക് വേണ്ടത് എന്താ, ലോങ് ടൈമിലേക്ക് ആവറേജ്, നമ്മുടെ എല്ലാ നിക്ഷേപങ്ങളും വേണം, ഇതിൻ്റെ എല്ലാം ആവറേജ് എൻഡ് ഓഫ് ടൈം നമുക്ക് എബോവ് ഒരു 15% കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാണ്. അതിൽ കുറഞ്ഞ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്, പ്രതീക്ഷിക്കരുത്. അപ്പം നമ്മളുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുക എന്നുള്ളത്. മിനിമം 12%. എനിക്ക് എൻ്റെ ഒരു ആവറേജിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം മൈനസിൽ കിടക്കുവാണെങ്കിൽ അടുത്ത 5 മുതൽ 10 വർഷം, അടുത്ത 10 വർഷത്തിനുള്ളിൽ എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ എനിക്കൊരു 15-18% ഇടയിൽ നിർത്താമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. മാർക്കറ്റിൽ ഇപ്പോഴത്തെ കർഷകനൊന്നും ഞാൻ നോക്കുന്നില്ല, കാരണം നമ്മുടെ ലക്ഷ്യം ലോങ് ടൈമിലേക്കാണല്ലോ. അതിനകത്ത് ഇക്വിറ്റി, ഡയറക്റ്റ് ഷെയർസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ബാക്കി എൻ്റെ പേഴ്സണൽ ബിസിനസ്സുകളുണ്ട്, സ്റ്റാർട്ടപ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരും. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ബിസിനസ്സിൽ ഞാൻ എന്താ പറയുക, വളരെയധികം റിസ്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതേ സമയത്ത് എൻ്റെ മറ്റ് കമ്പനികൾ ചെയ്തു പോകുമ്പോൾ അതിനകത്തെല്ലാം ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആവറേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ ഞാൻ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അടുത്ത ഒരു 10 വർഷം കൊണ്ട് എൻ്റെ ആവറേജ് റിട്ടേൺ ഒരു 15-18% കിട്ടുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ആറാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും മിക്കവരും വിചാരിക്കുക ഒരു സാലറിയിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. എൻ്റെ സാലറിയാണ് ആശ്രയം. ഈ സാലറി ഒരു പ്രൈവറ്റ് ജോബ് ആകാം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബാകാം. ഞാൻ ഒരിക്കലും ഗവൺമെൻറ് ജോബിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം പണ്ട് തുടങ്ങി എൻ്റെ വീട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ് ജോബ് നല്ലതല്ലെന്ന് ചോദിച്ചാൽ നല്ലതാണ്, പക്ഷേ അവിടെ ഒരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കഴിവിനനുസരിച്ചുള്ള ഗ്രോത്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ എനിക്ക് എൻ്റെ കഴിവിനെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ 2014 22,000 രൂപ സാലറി ആയിട്ട് കയറി എനിക്ക് ഇറങ്ങാറായപ്പോഴേക്ക് 10-60,000 രൂപ സാലറി ആയിട്ട് ഇറങ്ങാൻ പറ്റി. അത് നമ്മളുടെ നാട്ടിൽ തന്നെ ഇറങ്ങാൻ സാധിച്ചു. നമ്മൾക്ക് വളരാനുള്ള അവസരം ഉണ്ടെന്നും നമുക്ക് കഴിവുണ്ടെന്നും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ഇൻകം റെമ്യൂണറേഷൻ ആയിട്ട് കിട്ടും. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഗവൺമെന്റ് ഭാഗത്തേക്ക് ജോലിയിലേക്ക് നമ്മൾ നോക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇത് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു മൾട്ടിപ്പിൾ വേറൊരു ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, ജോലി വിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്തിൽ ഞാൻ ജോലി ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു വരുമാന മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണം. ചിലപ്പോൾ അത് നിങ്ങൾ ചിലർ ട്രേഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടാകും, ഈ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസ അവർ ഷെയർ ട്രേഡിംഗിൽ ഇട്ട് ട്രേഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ അവരുടെ വീട്ടിലായിട്ട് വേറെ എന്തെങ്കിലും ഭാര്യയായിട്ടോ ഇവരായിട്ടോ ഹോം ഫുഡ് ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും സൈഡ് ബിസിനസ്സുകളായിട്ട് തുടങ്ങുന്നുണ്ടാകാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പുതിയ കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ ചെയ്തിട്ടോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ എൻട്രി പരിപാടികൾ ചെയ്തിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ടാകും. അപ്പോൾ ഞാൻ നിങ്ങളോടും പറയുന്നത്, ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. ഒന്നുമില്ല, ചിലർ കൃഷിയിലായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക, കൃഷിയിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ.
അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സൈഡ് ഇൻകം കൂടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. കാരണം എവിടെയെങ്കിലും നിങ്ങൾക്കൊന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഒരു വരുമാനം വേണമല്ലോ. അതുമാത്രമല്ല ഈ കിട്ടുന്ന അഡീഷണൽ ഇൻകം നമ്മളുടെ പേഴ്സണൽ ഗ്രോത്ത്, നമ്മൾ അധ്വാനിക്കുവാണ്. ഈ 30, 40, 50 കാലഘട്ടങ്ങൾ നമ്മൾ അധ്വാനിക്കും. നമ്മളെല്ലാം അധ്വാനിക്കുന്നത് എന്തിനാ? പണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു 100 രൂപ കൂടുതൽ കിട്ടിയാൽ നല്ലതല്ലേ? അപ്പോൾ ആ 100 രൂപയും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക. ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലേക്ക് പൈസ വന്നു അറിയാം. ഈ പൈസകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ്. ഇപ്പോൾ ഓഹരി വിപണിയിലാണെങ്കിൽ എപ്പോഴാണ് ബെസ്റ്റ് ടൈം ഇൻവെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് എപ്പോഴാണ് താഴ്ന്നിരിക്കുന്നത് അപ്പോഴാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ മാർക്കറ്റ് എപ്പോഴെല്ലാം താഴുന്നുണ്ടോ അപ്പോഴെല്ലാം വാങ്ങാനുള്ള ഒരു അവസരം നമ്മൾ ആക്കി വെക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല അവസരം, നമ്മുടെ കയ്യിൽ എപ്പോഴും അങ്ങനെ കൃത്യമായിട്ടൊരു പൈസ ഉണ്ടാകത്തില്ല. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് SIPs ആണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. എല്ലാ മാസവും നിങ്ങളുടെ വരുമാനത്തിൻ്റെ അല്ല നിങ്ങളുടെ ഇൻകത്തിൻ്റെ ഒരു കൃത്യമായ ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് എന്താണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റോക്സിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. ആ മാറ്റി വെക്കുന്നതിലൂടെ എന്താണ് എല്ലാ കയറ്റിറക്കങ്ങളിലും നമുക്ക് വാങ്ങാൻ പറ്റും. കയറ്റം ഇറങ്ങി പോകുന്ന സമയത്ത് എന്താ കുറച്ചധികം നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള രീതിയിൽ സേവിങ്സ് ആയിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടക്കം നമുക്ക് ഇറങ്ങി പോകുമ്പോൾ മേടിക്കാൻ പറ്റും. ഈ രീതിയിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും മാർക്കറ്റ് താന്നിരിക്കുന്ന സമയം തന്നെയാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് ലിക്വിഡിറ്റി എന്നൊരു കാര്യം. നമുക്ക് പണം എന്താ പറയുക ആവശ്യമുള്ളപ്പോൾ കയ്യിൽ വന്നാൽ മാത്രമേ ആ നിക്ഷേപത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ, അല്ലേ? അത് നമുക്ക് ഉപയോഗപ്രദമാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ എപ്പോഴും ലിക്വിഡിറ്റി ഉള്ളതാണെന്ന് ഉറപ്പാക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ ബിസിനസ് ഇൻവെസ്റ്റഡ് ആണ്. എനിക്കിനകത്ത് എൻ്റെ നാട്ടുകാർ നോക്കുമ്പോഴെന്താ കോടികളുടെ വാല്യൂ ഉണ്ട്, ഇഷ്ടം പോലെ കോടീശ്വരനാണ്, ചാക്കോച്ചി കോടീശ്വരനാണെന്നൊക്കെ പറയും. പക്ഷെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് 1-2 ലക്ഷം രൂപ എടുക്കാനുണ്ടെന്ന് വെച്ചാൽ എനിക്കില്ല. കാരണം അത് ബിസിനസ്സിൽ പൈസയുണ്ട്, അത് കയ്യിലേക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഫണ്ട് റൊട്ടേറ്റഡ് ആണ്. ഈ ഒരു റൊട്ടേഷൻ ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു ഇത് നടക്കത്തില്ല. അതേ സമയത്ത് എനിക്ക് എമർജൻസി വന്നു, ഇപ്പം മാർക്കറ്റ് ഡൗൺ ആണ്, പക്ഷേ എടുത്തേ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്നോ സ്റ്റോക്സിൽ നിന്നോ അത് ആവറേജ് ഒരു 10-12% ഇപ്പം നിൽക്കുന്നുണ്ട്. 20% ഒക്കെ വന്നതാണ്, എന്നാലും 10-12% നിൽപ്പുണ്ട്. എമർജൻസി വന്നാൽ എനിക്ക് എടുക്കാൻ സാധിക്കും. ആ സാധനം വിറ്റ് എനിക്ക് ഇത് വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റിലാണെന്ന് ഓർക്കുക. റിയൽ എസ്റ്റേറ്റിൽ എനിക്ക് പെട്ടെന്ന് ഒരു എമർജൻസി വരുമ്പോൾ ആ സാധനം വിറ്റ് എനിക്ക് പൈസ എടുക്കാൻ പറ്റുമോ? നഷ്ടത്തിലാണെങ്കിൽ പോലും എനിക്ക് തന്നെ ചിലപ്പോൾ ആ സമയത്ത് ബയ്യറെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ലിക്വിഡിറ്റി എന്നൊരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. നമ്മുടെ കയ്യിലുള്ള അസറ്റ് വിറ്റ് പണമാക്കാൻ സാധിക്കുന്ന ഇതാണെങ്കിൽ അതൊരു എന്താ പറയുക, അതിന് ലിക്വിഡിറ്റി ഉണ്ട്, അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ ലിക്വിഡിറ്റി നിങ്ങൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലും വേണം. ഒരു 25 വർഷത്തേക്ക് നമ്മൾ ഇൻഷുറൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ പിന്നെ പറയുകയും കൂടെ വേണ്ട, അതിന് നമുക്ക് തിരിഞ്ഞു നോക്കാം, നമുക്ക് കിട്ടത്തേയില്ല. ഒരിക്കലും ഇൻഷുറൻസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഞാൻ പരിഗണിക്കത്തേയില്ല. മിക്കവരും പോയി തലവെച്ച് കൊടുത്തിരിക്കുന്ന പലരുടെ കഥകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സങ്കടം വരുവാണ് കേട്ടിട്ട്. 15 ലക്ഷമൊക്കെ ആകപ്പാടെ മാസം കിട്ടുന്നത് 4-5 ലക്ഷം, പക്ഷെ ഒരു വർഷം 15 ലക്ഷം രൂപ വരെ ഇൻഷുറൻസിൽ അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ. അതുപോലെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിച്ചു വെക്കരുത്. അടുത്ത ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9ാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുന്നതാണ്, നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലേ? ആ ഒരു കഷ്ടപ്പാട് തന്നെ നമ്മളെ എന്താ ഈ ഇൻകത്തെ വളർത്താൻ, നമ്മുടെ വരുമാനത്തെ വളർത്താൻ, നമ്മുടെ നിക്ഷേപങ്ങളെ വളർത്താൻ വേണ്ടി നമ്മൾ കാണിക്കണം. ആ ഒരു കഠിനാധ്വാനം ഉണ്ടല്ലോ, നമ്മുടെ ഇക്വിറ്റീനെ വളർത്താൻ, നമ്മുടെ സ്റ്റോക്സിനെ അല്ലെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിനെ വളർത്താൻ നമ്മൾ കാണിക്കണം. ശരിക്കും ഞാൻ പറയാം, നമ്മൾ അധ്വാനിക്കുന്നുണ്ടല്ലോ, ഈ അധ്വാനിക്കുന്ന പൈസ നമുക്ക് എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഈ പൈസ ഉണ്ടാക്കുന്ന പൈസ എങ്ങനെ വളർത്താമെന്നാണ് നമുക്കറിയത്തില്ലാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വെക്കുക, നമ്മളുടെ നിക്ഷേപത്തെ വളർത്തുന്ന ഒരു മൾട്ടിപ്ലയർ ആണ്, ഇൻറ്റു ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്ലയർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റി റിലേറ്റഡ് ആയ സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റിട്ടേൺ കാണിക്കാനും റിസ്ക് ഉണ്ടെങ്കിൽ പോലും അതിനെ കയറ്റിക്കൊണ്ട് വരാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് എന്ത്, ഈ പറയുന്ന ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ പണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നുണ്ടോ ആ ഒരു കഷ്ടപ്പാട് തന്നെ എന്താണ് ഈ പറയുന്ന സ്റ്റോക്സിലേക്കും ഇക്വിറ്റിയിലേക്കും നിങ്ങൾ കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവസാനമായിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ സമയം വെറുതെ കളയുന്നു.
ഇപ്പോൾ കൂട്ടുകാരൊത്ത് കളിക്കാൻ പോകുന്നതോ അതൊക്കെ നമ്മുടെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെറുതെ ഇരുന്ന് റീൽസ് നോക്കി തോണ്ടി തോണ്ടി കളിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ സമയം സ്പെൻഡ് ചെയ്യും. ചിലർ ഒരു ദിവസം 4-5 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ പോകുന്നത്. എൻ്റെയൊക്കെ യൂട്യൂബ് ടൈം നോക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ലധികം കൂടുതലാണ്. പല കാര്യങ്ങളും പഠിക്കാനും പല വീഡിയോസ് ഇത് ചെയ്യാൻ സ്റ്റഡി ചെയ്യാനായിട്ടൊക്കെ ഞാൻ നല്ല രീതിയിൽ ആക്സസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സമയം വെറുതെ റീൽസ് നോക്കി സമയം കളഞ്ഞ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ ഒരു വർഷം 50 മണിക്കൂർ, അതായത് ആഴ്ചയിൽ 1 മണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യത്തെപ്പറ്റി പഠിക്കാം. പേഴ്സണൽ ഫിനാൻസ് എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം, എൻ്റെ ഇൻകം ഞാൻ എങ്ങനെ കട്ട് ചെയ്യാം, എൻ്റെ ലോൺ ഞാൻ ഈസി ആയിട്ട് എങ്ങനെ അടയ്ക്കാം, ഈ ലോൺ അടവ് എങ്ങനെ എനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ നിക്ഷേപങ്ങളെ എവിടെ ഞാൻ കൂട്ടിയിടണം, അല്ലെങ്കിൽ എൻ്റെ എക്സ്പെൻസുകളെ എങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്യും, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മളുടെ പേഴ്സണൽ ഫിനാൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഞാൻ ഈ പറയുന്നത് മാത്രം കേട്ടിട്ടല്ല പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. നിങ്ങൾ ഷെയർ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കുക, നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി പഠിക്കുക, അല്ലെങ്കിൽ സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറൊരു ഓൺലൈൻ സെയിൽസ് സോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉപകാരം എന്ന് വെച്ചാൽ ചിലപ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ ഏതെങ്കിലും മേഖലയിൽ ചിലപ്പോൾ നമുക്കൊരു ഐഡിയ വരും. ഞാനിവിടെ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഐഡിയ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അത് ചെയ്യും. അത് ചെയ്തു വാങ്ങിച്ച് വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ അത് വിജയിച്ചില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത നല്ലൊരു കാര്യം എനിക്ക് ചെയ്യാൻ അവിടെ സാധിക്കും. ആ ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ കിട്ടി. ഇപ്പം എൻ്റെ മനസ്സിൽ ഇപ്പം എന്ത് വന്നാലും അത് തെറ്റാണെങ്കിലും മണ്ടത്തരമാണെങ്കിലും ഞാനത് ചെയ്യും. ആ രീതിയിൽ 1 മണിക്കൂർ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മളെ പേഴ്സണൽ ഫിനാൻസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം എല്ലാ ആഴ്ചയിലും ഞാൻ 1 മണിക്കൂർ നോക്കുന്നുള്ളൂ. നമ്മൾ മിക്ക ആഴ്ചയിലും നമ്മളൊരു ആവറേജ് നോക്കുകയാണെങ്കിൽ 7 ദിവസം കൊണ്ട് 30 മണിക്കൂർ, 40 മണിക്കൂർ, 50 മണിക്കൂർ ചിലപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഇതിനു വേണ്ടി കളയുന്നുണ്ട്. അതിൽ 1 മണിക്കൂർ നിങ്ങൾ വാല്യൂ ആഡഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഒരു വർഷം 50 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ലെവലാകാം. എനിക്കറിയത്തില്ല, എനിക്കറിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരിക്കലും പഠിക്കില്ലെന്നേ. നമുക്കത് പഠിക്കാൻ നമ്മുടെ മുന്നിൽ അവസരമുണ്ട്. നമ്മൾ ശ്രമിച്ചാൽ മതി. എല്ലാ ദിവസവും ഞാനും ഇവിടെ ആൾക്കാർക്ക് ഈ പറയുന്നത് ബള എന്ന് പറയുന്നത് കേട്ടിട്ട്, എന്നെപ്പോലുള്ള യൂട്യൂബർമാർ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് സ്വയം ഉള്ളിൻ്റെ ഉള്ളിലൊരു അപകർഷതാബോധം ക്രിയേറ്റ് ചെയ്യുക. അയ്യോ, അവൻ അങ്ങനെ ആയല്ലോ, ഇവൻ ഇങ്ങനെ ആയല്ലോ, ഞാനൊന്നും ആയില്ലല്ലോ. ആരാ പറഞ്ഞായിരുന്നു? ഓരോരുത്തർക്കും ഒരു സമയമുണ്ട്. നമ്മുടെ മോഹൻലാലും ശ്രീനിവാസനും പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ നമുക്കും ഒരു സമയമുണ്ട്. അതിനകത്തേക്കുള്ള ഓട്ടത്തിലാണ്. എല്ലാവരുടെയും ടൈം ഫ്രെയിം അല്ല, ടൈം സോൺ എന്ന് പറഞ്ഞാൽ ഒരുപോലെ അല്ല. ചിലർക്ക് 20-ാമത്തെ വയസ്സിൽ കിട്ടും, ചിലർക്ക് 40-ാമത്തെ വയസ്സിലായിരിക്കും, ചിലർക്ക് 80-ാമത്തെ വയസ്സിലായിരിക്കും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലോക കോടീശ്വരനായ ഇൻവെസ്റ്റ്മെൻ്റ് ആയ വാരൻ ബഫറ്റ് കണ്ടില്ലേ, ഈ 80-90 വയസ്സുകളിലാണ് അദ്ദേഹം ഏറ്റവും വലിയ ലോകത്തിലെ ഇതിലേക്ക് എത്തിയത്. അയാൾക്ക് 50 വയസ്സുള്ളപ്പോൾ പോലും അതായത് നല്ലൊരു നിക്ഷേപം കയ്യിലുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നമുക്ക് ലക്ഷ്യം ലോങ് ടൈമിലാകുമ്പോൾ നമുക്ക് വളരാൻ സാധിക്കും. നമ്മൾ സ്വയം ചിന്തിച്ച് അപകർഷതാബോധമാകാതെ സ്വയം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ പുതിയത് പഠിച്ചാൽ മാത്രമേ പേഴ്സണലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ 10 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ പറയുന്ന ഒരുപാട് പോയിന്റുകൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിന്ത വേണം. എൻ്റെ പണം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം എനിക്ക് വേണ്ടി പണിയെടുക്കണം. എനിക്കൊരു ആവശ്യം വരുമ്പോൾ അത് എടുക്കാൻ സാധിക്കണം. എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാൻ സാധിക്കണം. മാർക്കറ്റ് കയറി ഇറങ്ങി മുകളിലേക്കേ പോകുള്ളൂ. ഈ കയറ്റിറക്കങ്ങളിൽ എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വേണം. അടുത്ത ഒരു 3 വർഷത്തിനുള്ളിൽ എനിക്ക് ആവശ്യമുള്ള ഒരു പണം ഒരിക്കലും കൊണ്ടിട്ട് ഞാൻ നിക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ മാർക്കറ്റിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള പൈസ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു 20% താഴെയായിരിക്കും കിടക്കുന്നത്. ഇത് കയറി വരും എന്നുള്ള ഉറച്ച ഒരു ബോധ്യം. അതിന് സമയം കൊടുക്ക്. നമുക്കൊരു അസുഖം, ഇപ്പം ഞാനും ജലദോഷവും പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഈ പനി വന്നാലും എനിക്ക് പനി പോകും, എനിക്ക് നല്ല സമയം വരും, എനിക്ക് ഒരു പൂർണ്ണ ബോധ്യമുണ്ട്. ആ ബോധ്യം കൊടുത്ത് നിങ്ങൾ നല്ല സമയം വാല്യൂ ആഡഡ് ആയിട്ട് മാറ്റിയെടുത്ത് നല്ല രീതിയിൽ നിക്ഷേപിക്കുക. മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, ഓഹരി വിപണി ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ടേം ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഞാൻ ഈ 4 കാര്യങ്ങളെ കൊടുക്കുന്നുള്ളൂ. അനാവശ്യമായിട്ട് ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റും കൊടുക്കുന്നില്ല. ഒരു അസുഖം വന്നാൽ നമ്മൾ സമ്പാദ്യം പോകാതിരിക്കാനാണ് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടി നമുക്ക് ടേം ഇൻഷുറൻസ് വേണം. അതിനുശേഷമാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുക. നമുക്ക് ലോങ് ടൈം ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ചെറിയതായിട്ടെങ്കിലും ഒരു SIP ചെയ്യുക. നമ്മളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് വലിയൊരു ബൾക്ക് എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനൊരു 90% നിങ്ങൾ എന്ത് ചെയ്യുക, മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കി 10% വേണമെങ്കിൽ നല്ല സ്റ്റോക്സിനെ പറ്റി അറിയാമെങ്കിൽ നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 10% മാത്രമേ നിങ്ങൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ രീതിയിൽ മുന്നോട്ട് പോകുക. നല്ല സ്റ്റോക്സ്, നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാ സഹായവും നമ്മൾ ടീം ചെയ്തു തരുന്നുണ്ട്. ഇതുവരെ നമ്മളെല്ലാം കൃത്യമായിട്ട് ചെയ്തു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വേറെ
ഇത് നമ്മളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എല്ലാവർക്കും കൃത്യമായിട്ട് സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.